നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കോളടിച്ചത് സ്വർണ്ണപ്രേമികൾക്കാണ് എന്നാണ് പൊതുവിലയിരുത്തൽ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നു എന്നാണ് പ്രഖ്യാപനം വന്നത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയുമെന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് ഈ ബജറ്റ് പ്രഖ്യാപനം സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? നമുക്കൊപ്പമുള്ളത് രാജകുമാരി ജുവല്ലേഴ്സ് ഡയറക്ടർമാരാണ് ഷാൻ, സിദ്ദിഖ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സർ, എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനം സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായൊരു പ്രഖ്യാപനമാണ് ബഡ്ജറ്റ് മുഖാന്തരം ഉണ്ടായിരിക്കുന്നത്. 2000 രൂപയുടെ ഒരു കുറവെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അത്രത്തോളം ആശ്വാസകരമാണ്. നിലവിൽ സ്വർണ്ണ ബിസിനസ്സിലും അത് അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ശാശ്വതമായ ഒരു ഇതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തൽസ്ഥിതിക്ക് വ്യത്യാസം വരാം. നിലവിൽ സ്വർണ്ണവില താൽക്കാലിക ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. സ്വർണ്ണവിലയ്ക്ക് വരും ദിവസങ്ങളിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സർ, ഇന്നത്തെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള എക്സ്പേർട്സ് പറയുന്നത് 5000 രൂപയുടെ കുറവ് ഒരു പവൻ മേടിക്കുമ്പം വരും എന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു വലിയ ഒരു മുൻവിധി നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാകുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസങ്ങൾ നമുക്ക് വർധനവിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. നിരന്തരം ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം താൽക്കാലികമായ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് തുടരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചെറിയ വ്യത്യാസങ്ങളും കൂടി വരാം. 1-2 ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയുണ്ട്. സർ, ശരിക്കും പറഞ്ഞാൽ ഈ സ്വർണ്ണം വാങ്ങാൻ അനുയോജ്യമായ സമയം ഇതാണോ? കാരണം ഇത് കർക്കിടക മാസമാണ്, ചിങ്ങമാണ് വരുന്നത്, വിവാഹ സീസണാണ്. ഏറ്റവും അനുയോജ്യമായ സമയം നിലവിൽ നമുക്ക് ചിങ്ങം ആണ് സാധാരണ ഏറ്റവും കൂടുതൽ സ്വർണ്ണവില ഉയരുന്ന സമയവും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സമയമാണ്. എന്നാൽ ആ ഒരു ദിവസമൊക്കെ ആകുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ സ്വർണ്ണവില ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. നിലവിൽ ഏറ്റവും സ്വർണം വാങ്ങാൻ അനുയോജ്യമായ സമയം ഈ ഒരു ദിവസങ്ങളിലാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ അവസ്ഥയിലേക്ക് വരാം. ഇന്നലെ രാവിലത്തെ ഒരു പവന്റെ റേറ്റ് ആയിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം. അതായത് ഈ പ്രഖ്യാപനം വരുന്നത് ഒരു 12 മണിക്കാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വില വ്യത്യാസം വന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് എങ്ങനെയായിരുന്നു? ഒരു കച്ചവടത്തിന് പെട്ടെന്നൊരു വ്യത്യാസം എന്തെങ്കിലും? ആ ഒരു മാറ്റം പൊതുവേ ഉണ്ടായിട്ടുണ്ട്. രാവിലെ 53,960 ആയിരുന്നു സ്വർണ്ണവില ഉണ്ടായിരുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം 2000 രൂപയുടെ കുറവുണ്ടായി. അപ്പോൾ ഒരുപാട് കസ്റ്റമർ ഈ വാർത്ത കേട്ടുകൊണ്ടും ചാനലുകളൊക്കെ കണ്ടുകൊണ്ടും തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവേ ഉള്ള ഒരു കച്ചവടത്തെക്കാട്ടും കൂടുതലായിട്ട് പൊതുവേ ഇന്നലെ അത്യാവശ്യം എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ മറ്റു സ്ഥാപനങ്ങളൊക്കെ തന്നെ പൊതുവേ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കും അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ പാർട്ടികൾ അഡ്വാൻസ് ചെയ്യാൻ, ഈ സ്വർണ്ണവില കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് അഡ്വാൻസ് ചെയ്യാനുള്ളൊരു താല്പര്യം കൂടി കാണിക്കുന്നുണ്ട്. എവിടുന്നാ വരുന്ന സ്ഥലം? തേങ്ങാപ്പട്ടണം. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ വരെ വന്നത്? തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വില കുറഞ്ഞു എന്ന് അറിഞ്ഞിട്ടാണോ വന്നത്? വില അറിഞ്ഞിട്ട് വന്നത്. ഇതിന് മുമ്പിലെ ഇവിടെ സാധനം മേടിക്കാൻ വന്നിട്ടുണ്ട്. സ്ഥിരം കസ്റ്റമറാണ്? സ്ഥിരം കസ്റ്റമറായിട്ട്. ഇപ്പൊ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു? പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട്. ബഡ്ജറ്റ് താക്കൽ കൊണ്ട് ഇത് கொஞ்சம் കമ്മിയാണ്, ഗോൾഡ് റേറ്റ് കമ്മിയാണത് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ വന്നു. അഡ്വാൻസ് ചെയ്യുന്നത് വിവാഹ പാർട്ടികളാണ് കൂടുതലും. കാരണം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ കർക്കിടക മാസത്തിൽ സ്വർണം വാങ്ങാൻ ഒന്ന് വെയിറ്റ് ചെയ്യും, പിറക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡും മാറി. എങ്കിലും കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും പിന്നെ ചിങ്ങത്തിനൊക്കെ കൂടുതൽ കല്യാണങ്ങളും ഒക്കെ വരുന്നത് ചിങ്ങമാസമാണ്. എങ്കിലും അതിന് മുന്നേ ഇപ്പോൾ ഈ വില കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അഡ്വാൻസ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അല്ലാത്ത കസ്റ്റമേഴ്സൊക്കെ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങുന്നുണ്ട്. അല്ലാത്ത ചിങ്ങത്തിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് പാർട്ടികൾ അഡ്വാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ സ്വർണത്തിന്റെ ഒരു വിലക്കയറ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തീർക്കുന്നതിന് മുൻപ് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനം മാറ്റി നിർത്തിയാൽ ഈ സ്വർണത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് നമ്മളും പൊതുവേ ഒരു ആശങ്കയിലാണ്. സ്വർണ്ണവില ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ബിസിനസ്സിനെ ആ തരത്തിലത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന ഒരു ട്രെൻഡ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് വന്നതിന് ശേഷം ഇനിയും പിന്നെ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ വന്നിരുന്നു. പക്ഷേ പൊതുവേ നമുക്ക് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റില്ല. ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. ഏകദേശം ഈ ഒരു സമയം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ പഴയതുപോലെ തന്നെ കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഗോൾഡ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ ഗോൾഡ് നിരന്തരം വില കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ വില കൂടുന്ന അനുസരിച്ച് നിങ്ങൾക്കത് 1-2 വർഷം അത് ഇരുന്നാലും ഗോൾഡ് റേറ്റ് കൂടുന്ന അനുസരിച്ച് നിങ്ങൾക്കത് വിറ്റാലും അതിൻ്റെ ഇരട്ടി ലാഭത്തിന് വരുന്ന ഒരു ഇതിലോട്ട് വരും.
അതായത് സ്വർണ്ണം ഒരു സ്ഥിര നിക്ഷേപമായി മാറുകയാണ് അല്ലേ? അത് തന്നെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണം വാങ്ങാൻ നിൽക്കുന്നവർ ഇപ്പോൾ ഈ വില കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വെള്ളി വാങ്ങാം അല്ലെങ്കിൽ പ്ലാറ്റിനം വാങ്ങാം അങ്ങനെ മാറിപ്പോകുന്നവരുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഗോൾഡ് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വെള്ളി, ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം കസ്റ്റമേഴ്സാണ്. അവരെപ്പോഴും അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. സ്വർണം ഉപയോഗിക്കുന്നവർ അതിന് വില വ്യത്യാസം വന്നാലും അവരാ സ്വർണം തന്നെ ഉപയോഗിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതെപ്പോഴും ഉപയോഗമുള്ള ഒരു വസ്തു തന്നെയാണ്. നമുക്കൊരു സൂക്ഷിപ്പ് മുതലായിട്ട് കൂടി അതിനെ കണക്കാക്കേണ്ടി വരും. സർ, ഈ സ്വർണത്തിന് വില കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് ഈ സ്വർണത്തോടുള്ള അവരുടെ ഒരു സമീപനം? ഇപ്പം ഗോൾഡ് എടുക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമുക്ക് 100 പവൻ എടുക്കുന്ന ഒരു കസ്റ്റമർ ഇപ്പം അത് 50 പവനും 60 പവനും 70 പവനിലോട്ടൊക്കെ ചുരുക്കിയിട്ടുണ്ട്. അപ്പം ഗോൾഡ് പൈസയുടെ മൂല്യം കൂടുന്നതനുസരിച്ച് നമുക്ക് ഗോൾഡിൻ്റെ വില കൂടി പോകുന്നുണ്ട്. അപ്പം അതനുസരിച്ച് അവർ പൈസ നോക്കിയിട്ട് ഗോൾഡ് കുറച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് സ്വർണം മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. സ്വർണം എപ്പോഴായാലും മക്കളെ കെട്ടിക്കാൻ ഗോൾഡ് അവർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. അവർ ഗോൾഡ് അണിഞ്ഞ് വരുന്നത് എല്ലാ രക്ഷാകർത്താക്കൾക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് മക്കൾക്ക് വേണ്ടി ഗോൾഡ് കരുതിയിരിക്കും. സർ, ഈ നിക്ഷേപമായിട്ട് സ്വർണ്ണം കാണുന്നവരുണ്ട്, ഭാവിയിലേക്ക് ഉപയോഗിക്കാമെന്ന് കരുതി. അങ്ങനെയുള്ളവർക്ക് ഈ മേക്കിംഗ് ചാർജൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഗോൾഡ് കോയിൻ അങ്ങനെയുള്ള മാർഗത്തിലേക്ക് പോകുന്നതാണോ നല്ലത്, അതല്ല ആഭരണമായിട്ട് തന്നെ വാങ്ങുന്നതാണോ നല്ലത്? മേക്കിംഗ് ചാർജിൽ ആഭരണങ്ങളും കോയിനുമായിട്ടുള്ള നേരിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും ഒരു 2 വർഷം നമ്മൾ ഉപയോഗിച്ച ഒരു ആഭരണം വിൽക്കുമ്പോഴും നിലവിൽ സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരിക്കലും നമുക്കൊരു നഷ്ടമായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു കോയിനാണ് വാങ്ങുന്നതെങ്കിൽ ഈ 2 വർഷം ഈ കോയിൻ നമ്മുടെ കയ്യിൽ വെക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ഉപയോഗിക്കാതെ ഒരു വസ്തു വിൽക്കുന്ന ഒരു ഇതും നിലവിൽ 2 വർഷം ഉപയോഗിച്ചത് വിൽക്കുമ്പോഴുമുള്ള മൂല്യം ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് ആഭരണങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. അത് ഉപയോഗിക്കുകയും ചെയ്യാം 2 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ വില കൂടുന്നത് എപ്പോഴാണോ അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു മൂല്യം വർദ്ധിക്കുകയും ചെയ്യും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു, സ്വർണം വാങ്ങാൻ ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം. ക്യാമറമാൻ അനന്തഗോപാലിനൊപ്പം രാഖി അനൂപ്.